ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികൻ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ നമ്മോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഇത് തന്നെയാണ് പ്രസക്തമാകുന്ന ചോദ്യം. കാരണം ദുരിതാശ്വാസ നിധിയിലേക്ക് ആർക്കും പണം നൽകാം, നൽകാതിരിക്കാം. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാടായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വിമർശനങ്ങൾ ഉന്നയിക്കാം. പക്ഷേ വിമർശനങ്ങളുടെ വായടപ്പിക്കാൻ ഇത്തരം കേസുകൾ എടുക്കുന്നത് ന്യായമാണോ? അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമല്ല. ഇവിടെ 2005 കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്, ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാത്തവരാ ഇരുന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ കീഴിൽ 3 കമ്മിറ്റികളാണ് പ്രധാനമായിട്ടുള്ളത്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതിനകത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് സെക്രട്ടറിയും ഒക്കെയാണ്. അത് കഴിഞ്ഞ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അത് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഒക്കെ ഉൾപ്പെടുന്ന. ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അത് ജില്ലാ കളക്ടർ. ഇവർക്ക് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കുമ്പോൾ വിശാലമായ അധികാരം നൽകിയിട്ടുണ്ട്. ആ അധികാരത്തിനകത്ത് 51 മുതൽ 60 വരെയുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ സെക്ഷനുകൾ പണിഷബിൾ എന്തൊക്കെയാണ്, അതിനകത്തുള്ള പണിഷ്മെന്റ്, അതിനെക്കുറിച്ചാണ് തന്നെ പറയുന്നത്. ഇവിടുത്തെ പ്രശ്നം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന നൽകണമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നപ്പോൾ ഇഷ്ടമുള്ളവർ കൊടുക്കാൻ നിങ്ങൾ പറയും, ശരിയാണ്, ഇഷ്ടമുള്ളവർ കൊടുക്കണ്ട. 2019 തന്നെ നമുക്കറിയാം, ഇതുപോലെ പ്രളയം ഉണ്ടായപ്പോൾ കോൺഗ്രസ് സംഘടനകളും BJP പ്രതിപക്ഷ സംഘടനകളും ഒന്നിച്ച് ഞങ്ങൾ പൈസ തരത്തില്ല എന്ന് പറഞ്ഞു. കാര്യം എന്താ? 1 മാസത്തെ ശമ്പളമാണ് അന്ന് ആവശ്യപ്പെട്ടത്. അവർ തരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ തരത്തില്ല എന്ന് പറഞ്ഞെങ്കിലും അവരാരും കൊടുക്കരുത് എന്ന് പറഞ്ഞില്ല. തരത്തില്ല എന്ന് പറയാൻ നമുക്ക് മൗലിക സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ മറ്റൊരാളിനോട് കൊടുക്കരുത് എന്ന് പറയുന്നത് മൗലിക സ്വാതന്ത്ര്യമല്ല. അത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന് എതിരാണ്. സെക്ഷൻ 57, പെനാൽറ്റി ഫോർ കോൺട്രവെൻഷൻ ഓഫ് എനി ഓർഡർ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ സ്റ്റേറ്റ് മുഖ്യമന്ത്രിയോ ജില്ലാ കളക്ടറോ ഒരു ഓർഡറിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞാൽ അതിനെതിരെ പറയുക എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് സെക്ഷൻ 57. ബൽദേവ് സച്ചിദാനന്ദൻ, താങ്കളിലേക്ക് എത്താം. താങ്കൾ പറഞ്ഞത് ശരിയാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നിയമവ്യവസ്ഥയുമുണ്ട്. പക്ഷേ ഏത് ഘട്ടത്തിലാണ് ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് എന്ന് സമീപകാല സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ പണം എന്ത് ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പോലും വിമർശനങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ചില കോണുകളിൽ നിന്നും സ്വാഭാവികമായും ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നത്.